ഇന്ത്യൻ പുരാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അപ്സരസ്സുകളാണ് ഉർവശി, മേനക, രംഭ. ഇതിൽ ഇന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഉർവശി. ഒരിക്കൽ അർജുനൻ സ്വർഗത്തിലെത്തി ഉർവശിയിൽ നിന്ന് നൃത്തകല പഠിക്കുമ്പോൾ ഉർവശി അർജുനൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയാവുകയും അവളുമായി ഒരു ബന്ധത്തിന് അർജുനനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അർജുനൻ അവളെ അമ്മേ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു. അത്തരമൊരു ബന്ധത്തിൻ്റെ അസാധ്യത ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. മാനുഷിക ബന്ധങ്ങൾക്ക് സ്വർഗീയ ജീവികൾ യാതൊരു അർത്ഥവുമില്ലാത്തതിനാൽ ഉർവശി അർജുനൻ്റെ മറുപടിയിൽ രോഷാകുലയാകുന്നു. എന്നാൽ താൻ മർത്യനാണെന്നും അതിനാൽ അവ തനിക്ക് പ്രാധാന്യം അർഹിക്കുന്നുവെന്നും പറഞ്ഞ് അർജുനൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. തൽഫലമായി അർജുനൻ ഉർവശിയിൽ നിന്ന് ശപിക്കപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ ഒരു നപുംസകമാകാൻ ഉർവശി അർജുനനെ ശപിക്കുന്നു. എന്നാൽ ഇന്ദ്രൻ ഇടപെട്ട് ഇത് 1 വർഷക്കാലമാക്കി ചുരുക്കി മാറ്റുന്നു. ഈ ശാപം അർജുനന് തൻ്റെ വനവാസകാലത്ത് ഉപകാരമായി തീരുന്നു. ഇതാണ് ഉർവശി ശാപം ഉപകാരമെന്ന ചൊല്ലിന് അടിസ്ഥാനം.